യൗസേപ്പിതാവിനെ കുറിച്ചുള്ള വിചിന്തനം നാം തുടരുകയാണ്. ഇന്ന് നാം ധ്യാനിക്കുന്ന ചിന്ത വിശുദ്ധ യൗസേപ്പിതാവെന്ന തൊഴിലാളിയെക്കുറിച്ചാണ്, അല്ല യൗസേപ്പിതാവിൻ്റെ അധ്വാനശീലത്തെക്കുറിച്ചാണ്. മെയ് മാസം 1-ാം തീയതി വിശുദ്ധ യൗസേപ്പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി തിരുസഭാ മാതാവ് വാഴ്ത്തുന്നുണ്ട് എന്ന സത്യം നിങ്ങൾക്കറിയാം. 1955 മെയ് മാസം 1-ാം തീയതി ഭാഗ്യസ്മരണാർഹനായ 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് ഇപ്രകാരം വിശുദ്ധ യൗസേപ്പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ച് ഈ തിരുനാൾ സഭയിൽ ഔദ്യോഗികമായി നടപ്പിലാക്കിയത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. യൗസേപ്പിതാവ് തൊഴിൽപരമായി ഒരു ആശാരിയായിരുന്നു, തച്ചനായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ തച്ചൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം തെക്തോൺ എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ടെക്നിക്കൽ, ടെക്നീഷ്യൻ, ടെക്നോളജി എന്നൊക്കെയുള്ള ഇംഗ്ലീഷ് വാക്കുകൾ രൂപപ്പെട്ടു വരുന്നത് ഈ പദത്തിൽ നിന്നാണ്. കേവലം മരത്തിൽ ഏതാനും കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്നുള്ള അർത്ഥത്തിലല്ല യൗസേപ്പിതാവിൻ്റെ ആശാരിപ്പണിയെ ഗ്രീക്ക് യവന സങ്കല്പത്തിൽ മനസ്സിലാക്കേണ്ടത്. മറിച്ച് അദ്ദേഹം ഒരു നലം തികഞ്ഞ ടെക്നീഷ്യനായിരുന്നു, സാങ്കേതിക വിദഗ്ധൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലെ പഴയ ആശാരിമാർ എന്തോ ഒരു വലിയ സാങ്കേതിക പരിജ്ഞാനമാണ് അവർക്കുണ്ടായിരുന്നത്. കാരണം ഒരു കെട്ടിടത്തിൻ്റെ തറ അളന്നു കഴിഞ്ഞ് അവർ അതിൻ്റെ മേൽക്കൂടുകൾക്ക് വേണ്ട സർവ്വ സാമഗ്രികളും അവർ മുൻകൂട്ടി സജ്ജമാക്കിയിട്ട് മേൽക്കൂട് കയറ്റുന്ന ആ ദിവസം അവർ മുകളിലേക്ക് കയറുന്നുള്ളൂ. അവരുണ്ടാക്കി വച്ചിരിക്കുന്ന വളയും കഴുക്കോലും കോടിക്കഴുക്കോലും മോന്താഴവും ഉത്തരവും എല്ലാം കൃത്യമായിരിക്കും. ഒരു ഇഞ്ച് പോലും മാറാതെ അവയെല്ലാം സംയോജിപ്പിക്കപ്പെട്ട് അതിമനോഹരമായ ഭവനം, അത് 4 കെട്ടായിക്കോട്ടെ 8 കെട്ടായിക്കോട്ടെ അവർ മേക്കൂട് കയറ്റിക്കൂട്ടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഈ കാലഘട്ടത്തിൽ വലിയ എൻജിനീയർമാർക്ക് പോലും അത്രയും പറ്റുമല്ല. ഇത്രയും സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ചിട്ട് പോലും പലപ്പോഴും പാലത്തിൻ്റെ ബീമുകളും സ്ലാബുകളും തമ്മിൽ ചേരാതെ പോകുന്നത് നാം കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ പഴയ ആശാരിമാർ അവർ വലിയ ടെക്നീഷ്യന്മാർ തന്നെയായിരുന്നു എന്ന് അവരുടെ സാങ്കേതിക വിദ്യകളിലെ പരിജ്ഞാനം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ അർത്ഥത്തിൽ യൗസേപ്പിതാവ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരു തൊഴിൽ അദ്ദേഹം ചെയ്തിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ആ വാക്കിൻ്റെ വ്യുൽപ്പത്തിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതാണെങ്കിലും യൗസേപ്പിതാവ് കഠിനമായി അധ്വാനിച്ച വ്യക്തി. ഈ അധ്വാനമാണ് വാസ്തവത്തിൽ അപ്പൻ്റെ അധ്വാനം, അമ്മയുടെ അധ്വാനം, അതാണ് ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണമായി തീരുന്നത് എന്ന് നമുക്കറിയാം. ഈ ആശാരിമാർ പണിത വാതിലുകൾ, അതിന് കട്ടള വാതിൽ, അതിനവർ പിടിപ്പിച്ച സാക്ഷ ഓടാമ്പൽ, ഇതൊക്കെയാണ് ഒരു കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയും, അല്ലേ? പണി അറിയാൻ മേലാത്ത ആശാരിയാണ് വാതിൽ ഉറപ്പിച്ചിരിക്കുന്നത് എങ്കിൽ കള്ളൻ വന്ന് ആഞ്ഞൊരു ചവിട്ട് കൊടുത്താൽ വാതിൽ തറയിക്കിടക്കും. അതേസമയം നന്നായി പണിയാൻ അറിയാവുന്ന ആശാരിയാണ് പണിത് വാതിൽ പൂട്ടി ഉറപ്പിച്ചിരിക്കുന്നത് എങ്കിൽ അത് ആർക്കും ഭേദിക്കാനാവാത്ത വാതിലായി തീരും എന്ന സത്യം. അതായത് ആശാരിപ്പണി എന്ന് പറയുന്നത് തന്നെ ഒരുതരം സുരക്ഷയുടെ കാവലാൾ പണി തന്നെയാണ്. യൗസേപ്പിതാവ് ഈ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ അധ്വാനത്തിൻ്റെ മഹത്വത്തെ യൗസേപ്പിതാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എല്ലാ ജോലിയും മൂല്യമുള്ളതാണ്, മൂല്യമില്ലാത്ത ജോലികളില്ല. ഓരോ ജോലിക്കും വേണ്ട അറിവും സാങ്കേതിക പരിജ്ഞാനവും വ്യത്യസ്തമായിരിക്കാം, പക്ഷേ ആ അറിവുകൾ അത്രയും മാന്യമാണ്. ഓരോ തൊഴിലും മഹത്വമുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ഭാരതീയ സംസ്കാരം
മനുഷ്യത്വത്തോട് കാണിച്ച ഏറ്റവും വലിയ അന്യായം, ക്രൂരത എന്ത് എന്ന് ചോദിച്ചാൽ, ഇവിടെ മനുഷ്യനെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുകയും ജാതി വ്യവസ്ഥ നിർണയിക്കുകയും ചെയ്തു. ഭരിക്കാനുള്ളവൻ ക്ഷത്രിയൻ, ആത്മീയ ശുശ്രൂഷ ചെയ്യേണ്ടവൻ ബ്രാഹ്മണൻ, കച്ചവട കാര്യങ്ങൾ ചെയ്യേണ്ടവൻ വൈശ്യൻ, എല്ലാവർക്കും ദാസ്യവേല ചെയ്യേണ്ടവൻ ശൂദ്രൻ എന്നിങ്ങനെ ചാതുർവർണ്ണ്യത്തിൻ്റെ ഗതികേടിൽ ഒരു ജനതയെ മുഴുവനും അടിമയാക്കി നിർത്തിയ വ്യവസ്ഥിതി, അധ്വാനത്തെക്കുറിച്ചുള്ള ഒരുതരം അപമാനബോധം ഭാരതീയൻ്റെ മനസ്സിൽ കുറിച്ചത് ഈ ഒരു ജാതി വ്യവസ്ഥിതി തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ തെങ്ങ് കയറുന്നവനെ, ഒരുവിധം കായികാധ്വാനം വേണ്ട സകല ജോലികളെയും ഹീനജാതികളായി ചിത്രീകരിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ജാതി പേരുകൾ തന്നെ വിളിക്കപ്പെടുന്നു. സമീപകാലത്തും രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം അഭിസംബോധന ചെയ്യുമ്പോൾ അവരുടെ അപ്പൻ്റെ കുലത്തൊഴിലുകൾ പറഞ്ഞ് സംബോധന ചെയ്ത് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് നാം കാണുന്നു. മലയാളിയുടെ എന്നല്ല, ഭാരതീയൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ച്ചെടുക്കാൻ പറ്റാത്ത ദയനീയമായൊരു ചിത്രമാണ് വാസ്തവത്തിൽ ഈ ജാതി വ്യവസ്ഥയുടെ, കുലത്തൊഴിലിൻ്റെ പേരിൽ മനുഷ്യനെ സവർണനും അവർണനുമായി ചിത്രീകരിക്കുന്ന ഗതികേടിൻ്റെ അവസ്ഥ. വിശുദ്ധ യൗസേപ്പിതാവ് നമുക്ക് കാണിച്ചു തരുന്ന വലിയ പാഠം, എല്ലാ അധ്വാനവും ദൈവ ശുശ്രൂഷയാണ്. യൗസേപ്പിതാവ് അധ്വാനിച്ചത് അത്രയും ഈശോ മിശിഹായ്ക്ക് വേണ്ടിയാണ്. ഈശോ ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടിയാണ് യൗസേപ്പിതാവ് അധ്വാനിച്ചത് അത്രയും. യൗസേപ്പിതാവിൻ്റെ അധ്വാനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം, ഞാൻ ചെയ്യുന്ന ജോലി എന്തുമാകട്ടെ അത് ഈശോയ്ക്ക് വേണ്ടിയാണ്, അത് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് എന്ന് യൗസേപ്പിതാവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യൗസേപ്പിതാവ് ആശാരിപ്പണിയെടുത്തത് ഈശോ മിശിഹായ്ക്ക് വേണ്ടി, ഈശോയെ വളർത്തുന്നതിന് വേണ്ടി. യൗസേപ്പിതാവ് ചെയ്തത് അത്രയും ഈശോ മിശിഹായ്ക്ക് വേണ്ടിയാണ് എങ്കിൽ യൗസേപ്പിതാവ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠമാണ്, എല്ലാ ശുശ്രൂഷയും ദൈവ ശുശ്രൂഷ, എല്ലാ ജോലികളും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ തന്നെ. വീട്ടിൽ മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്ന അമ്മ, അവൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ശുശ്രൂഷയാണ് ചെയ്യുന്നത് എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരി, നിൻ്റെ ആ ശുശ്രൂഷ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ്. പറമ്പിൽ കപ്പക്കൂടമെടുത്ത് കപ്പ നടുന്ന, ഇഞ്ചിക്കണ്ടം വെട്ടി ഇഞ്ചി നടുന്ന പ്രിയപ്പെട്ട സഹോദര, നീ ചെയ്യുന്ന ജോലിയും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ്. മുടിവെട്ടുന്നവനും ചെരുപ്പ് തുന്നുന്നവനും ദൈവരാജ്യത്തെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. ദൈവരാജ്യം ഇങ്ങനെ ഒരുപാട് മനുഷ്യരുടെ അധ്വാനങ്ങളുടെ ആകത്തുകയാണ് എന്ന് നാം തിരിച്ചറിയണം. ദൈവരാജ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വചനപ്രഘോഷണവും കൗൺസിലിങ്ങും അതുപോലെ ഏതെങ്കിലുമൊക്കെ വരദാനങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷയാണ് എന്ന് നമ്മൾ ധരിച്ചു വശാകരുത്. അതിലൊരു അപകടമുണ്ട്, അതിലൊരു അവിവേകമുണ്ട്. മറിച്ച് നമ്മൾ തിരിച്ചറിയുക, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഏതുമാകട്ടെ ആ ദൗത്യം കൃത്യതയോടെ ചെയ്യുമ്പോൾ നീ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകയാണ്. ആ ദൗത്യത്തിൽ വീഴ്ച വരുത്തുമ്പോൾ നീ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുക. ഒരപ്പൻ എന്ന നിലയിൽ നിൻ്റെ ജോലി നീ ചെയ്യാതിരിക്കുമ്പോൾ നീ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുക. ഒരമ്മ എന്ന നിലയിൽ നിൻ്റെ ദൗത്യം നീ നിറവേറ്റാതെ പോകുമ്പോൾ നീ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ് എന്ന സത്യം പ്രിയപ്പെട്ടവരെ ഓർക്കുക. അതുകൊണ്ട് എല്ലാ അധ്വാനവും മഹത്തരമാണ് എന്ന തിരുവചനത്തിൻ്റെ സത്യം നമ്മൾ തിരിച്ചറിയണം. ഈശോ മിശിഹായെയും ഇങ്ങനെ സമകാലികരായ മനുഷ്യർ ഈ കുലത്തൊഴിൽ പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഇവനകത്ത് അച്ഛൻ്റെ മകനല്ലേ,
ഇവൻ ആശാരി ജോസഫിൻ്റെ മകനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഈശോ മിശിഹായെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ ഈശോ അതൊരു അധിക്ഷേപമായിട്ടല്ല, അതൊരു മഹത്വമായിട്ടാണ് കരുതുന്നത്. താൻ ദൈവപിതാവിൻ്റെ മകനാണ്, ഈ ആശാരിക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് ഈശോ തള്ളിപ്പറഞ്ഞില്ല. ഈശോ യൗസേപ്പ് എന്ന തച്ചൻ്റെ മകനായി നാട്ടുകാരുടെ മുമ്പിൽ അറിയപ്പെടുന്നതിൽ അഭിമാനിച്ചു എന്നാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്. യൗസേപ്പ് എന്ന ഈ മനുഷ്യൻ്റെ അധ്വാനം ആത്യന്തികമായി നമ്മളെ വലിയ ദർശനത്തിലേക്കാണ് കൈപിടിച്ച് നയിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ദർശനം ഞാൻ പറഞ്ഞു, എല്ലാ ജോലിയും മഹത്തരമാണ്, എല്ലാറ്റിനും മൂല്യമുണ്ട് എന്ന തിരിച്ചറിവ്. ജോലിയുടെ പേരിൽ ആരുടെയും മഹത്വം ഉയർത്തിയോ കുറച്ചോ കാണേണ്ടതില്ല. നാം ചെയ്യുന്ന ജോലിയല്ല, മറിച്ച് നമുക്ക് ദൈവത്തോടുള്ള പ്രതിബദ്ധതയാണ് നമ്മുടെ മഹത്വത്തിന് ആധാരം എന്ന സത്യം തിരിച്ചറിയും. യൗസേപ്പ് പിതാവിൻ്റെ ഈ അധ്വാനശീലം യൗസേപ്പ് ഏറ്റവും പ്രകടമാക്കുന്നത് തൻ്റെ ആശാരിപ്പണിയിലല്ല, തന്നെ ദൈവം ഭരമേൽപ്പിച്ച ജീവിത പങ്കാളിയെ, മക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ആ മനുഷ്യൻ നടത്തുന്ന അലച്ചിലുകൾ, കഷ്ടതകൾ, അത് വലിയൊരു തൊഴിൽ തന്നെയാണ് എന്ന് നാം തിരിച്ചറിയണം. കേവലം ആശാരിപ്പണി ചെയ്ത് കുടുംബജീവിതം പുലർത്തി എന്നത് മാത്രമല്ല യൗസേപ്പിൻ്റെ അധ്വാനശീലം, മറിച്ച് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഓടേണ്ടി വന്നാൽ ഈജിപ്ത് വരെയും ഓടുന്ന യൗസേപ്പ് പിതാവിനെ നാം കാണുമ്പോൾ അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. യൗസേപ്പ് പിതാവിനെക്കുറിച്ച് എപ്പോഴും വചനം പറയുന്ന എന്താണ്? അവൻ നിദ്രയിൽ നിന്നുണർന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അവൻ ഈജിപ്തിലേക്ക് പോയി, യൂദയായിലേക്ക് പോയി, നസ്രത്തിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ അധ്വാനമുണ്ട് അതിൻ്റെ പിന്നിൽ. ആ അധ്വാനം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെയും ഈശോ മിശിഹായെയും സംരക്ഷിക്കുന്ന അധ്വാനത്തിൻ്റെ പേരാണ് തിരുസഭയെ സംരക്ഷിക്കുക എന്ന്. തിരുസഭയെ സംരക്ഷിക്കാൻ നമുക്ക് വലിയ കടപ്പാടുണ്ട് എന്ന് ഈ യൗസേപ്പ് പിതാവിൻ്റെ വർഷത്തിൽ നാം തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് തോമസ് അക്വീനാസ് പുണ്യവാളൻ വാസ്തവത്തിൽ യൗസേപ്പ് പിതാവിനെ വിളിച്ചിരുന്നൊരു പേരുണ്ട്, നുത്രിത്തോർ ദോമിനി എന്നാണ്. നുത്രിത്തോർ ദോമിനി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രക്ഷകർത്താവ്. നുത്രിത്തോർ എന്ന് പറഞ്ഞാൽ ലത്തീൻ ഭാഷയിൽ രക്ഷകർത്താവ് എന്നാണ് അർത്ഥം. ദോമിനി കർത്താവ്, കർത്താവിൻ്റെ രക്ഷകർത്താവ് എന്നാണ് വിശുദ്ധ അക്വീനാസ് പുണ്യവാളൻ. അത് 9-ാം നൂറ്റാണ്ടിൽ നിന്ന് ഉള്ള ഒരു പദമാണെന്ന് പറഞ്ഞാണ് അക്വീനാസ് പുണ്യവാളൻ അത് ഉപയോഗിക്കുക. ഏതാണെങ്കിലും ആ പദത്തെ വളരെ പ്രസിദ്ധമാക്കിയത് വിശുദ്ധ തോമസ് അക്വീനാസാണ്. അതായത് കർത്താവിൻ്റെ രക്ഷകർത്താവ് എന്നാണ് വാസ്തവത്തിൽ യൗസേപ്പ് പിതാവിനെ കുറിച്ച് ഈ വിശുദ്ധൻ വിശേഷിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും സമാനമായൊരു വിളിയുണ്ട്. തിരുസഭയോട് ചേർന്ന് നിൽക്കുക, തിരുസഭയെ സംരക്ഷിക്കുക, തിരുസഭയുടെ സൽപ്പേരിന് സാക്ഷികളാവുക. അത് ഈ കാലഘട്ടത്തിലെ ഒരു വലിയ വിളി തന്നെയാണ് എന്ന് നാം തിരിച്ചറിയണം. കാരണം നമുക്കറിയാം, ഈ കാലഘട്ടത്തിലെ പല മാധ്യമങ്ങളും തിരുസഭയെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ, ഈ സഭയുടെ നന്മയെക്കുറിച്ച് ഒരു വരി പോലും എഴുതാത്ത പത്രങ്ങളുണ്ട്. ഈ സഭയുടെ നന്മ പ്രവർത്തികളെക്കുറിച്ച് നാളിതുവരെയും കമ എന്ന് സംസാരിക്കാത്ത മാധ്യമങ്ങളുണ്ട്. അവർ ചെയ്യില്ല. അതേസമയം ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ഒരു വൈദികനെക്കുറിച്ച്, ഒരു സമർപ്പിതയെക്കുറിച്ച് ഒരു ദോഷം വാർത്ത കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മണിക്കൂറുകൾ നീളുന്ന അന്തിച്ചർച്ച, അത് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും നടത്തുന്നത് പ്രിയപ്പെട്ടവരെ നാം കാണുന്നുണ്ട്. സഭയെക്കുറിച്ച് ഒരു നന്മയും പറയാൻ
താല്പര്യമില്ലാത്തവർ സഭയുടെ തിന്മയെ പർവ്വതീകരിച്ച് അതിനെ നാട്ടിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നമായി അന്തിച്ചർച്ചകളിൽ അവതരിപ്പിച്ച് തിരുസഭയെ ആക്ഷേപിക്കാൻ ആളുകൾ മത്സരിക്കുമ്പോൾ സഭയുടെ സംരക്ഷകരാകാനുള്ള വിളി ആർക്കാണുള്ളത്? ഹെറോദേസിൻ്റെ പടയാളികൾ ഊരിയ വാളുമായിട്ട് ഈ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യാൻ വ്യഗ്രതപ്പെട്ട് ഓടി നടന്നപ്പോൾ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ഭാര്യയുടെ കരം ഗ്രഹിച്ച് ഈജിപ്ത് വരെയും ഓടുന്ന യൗസേപ്പ് പിതാവ് സമകാലിക സഭാ യാഥാർത്ഥ്യത്തിൽ നമുക്ക് വലിയ വഴിവെളിച്ചം പകരുന്ന സാന്നിധ്യമാണ് എന്ന് പ്രിയപ്പെട്ടവരെ മറക്കരുത്. കാരണം ഇന്ന് ഹെറോദേസിൻ്റെ പടയാളികൾ ഊരിയ വാളുമായി തലങ്ങും വിലങ്ങും സഭയെ വെട്ടിക്കൊണ്ടിരിക്കുക. ആ സഭയെ സംരക്ഷിക്കാൻ യൗസേപ്പ് പിതാവിൻ്റെ സ്ഥാനത്തുള്ളവർ ഇന്ന് നിശബ്ദത പാലിക്കുക. അവർ ഭയപ്പെട്ട് പിൻവാങ്ങുകയാണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥ സംജാതമായിട്ടുണ്ട്. ഇതൊരു ഭീരുത്വമുണ്ട്, ഇതിനകത്തൊരു നിസ്സംഗതയുണ്ട്. ഈ നിസ്സംഗതയാണ് സഭയുടെ ശത്രുക്കൾ മുതലെടുക്കുന്നത്. സഭയുടെ ശത്രുക്കൾ വിശ്രമമില്ലാതെ അധ്വാനിക്കുമ്പോൾ സഭയുടെ മക്കൾ ഉദാസീനരായി പോകുന്നു. യൗസേപ്പ് പിതാവ് എന്ന ആ വലിയ പിതാവിൻ്റെ മഹത്വം പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ സഹനങ്ങളുടെയും കഷ്ടതകളുടെയും അർത്ഥം നാം ഗ്രഹിക്കേണ്ടത് ഇവിടെയാണ്. സഭയ്ക്കെതിരായ ഈ ശബ്ദങ്ങളെ വേണ്ട രീതിയിൽ നാം പ്രതിരോധിക്കുന്നില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് സഭയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരുടെ എണ്ണം ഇല്ലാണ്ടായിത്തീരും. അടുത്ത നാളുകളിൽ ഞാനൊരു പള്ളിയിൽ പാസ്റ്ററൽ വിസിറ്റയ്ക്ക് പോയപ്പോൾ അവിടുത്തെ കുട്ടികളെ കണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും എന്നെങ്കിലും ഒരു സെമിനാരിയിൽ ചേർന്ന് അച്ഛനാകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? സാധാരണ അങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ച് പിള്ളേരൊക്കെ കൈവക്കുന്നു. ആ ഇടവകയിൽ ആരും കൈവക്കി. പിന്നീട് വൈകുന്നേരം ഞാൻ അൾത്താര ബാലന്മാരെ തന്നെ കണ്ടപ്പോൾ അവർ വളരെ മിടുക്കന്മാരായ അൾത്താര ബാലന്മാർ. അവരെ കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും സ്മാർട്ട് പിള്ളേരുണ്ടായിട്ട് നിങ്ങളോട് ആരോടും സെമിനാരി പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. സെമിനാരി പോയി ഒരു അച്ഛനാകുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്ത മനസ്സിൽ കൊണ്ടു നടന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാനാണ് പറഞ്ഞു. എന്തി ആരും കൈവക്കി സഭയുടെ മാനം സംരക്ഷിക്കാഞ്ഞത് എന്ന് ഞാൻ സൗഹൃദ രൂപത്തിൽ ചോദിച്ചപ്പോൾ അൾത്താര ബാലന്മാരിൽ ഒരാൾ ഡിഗ്രി പഠിക്കുന്ന ഒരു കൊച്ചൻ, ചെറുപ്പക്കാരൻ, അവൻ എന്നോട് പറഞ്ഞു, പിതാവേ, സെമിനാരി പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങൾക്ക് അത് പരസ്യമായി പറയാൻ ധൈര്യമില്ല. കാരണം സെമിനാരി പോവുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ തിന്മ പ്രവൃത്തിയാണ് എന്ന ഒരു ധാരണയാണ് ഈ ടി വികളിലൂടെ പത്രങ്ങളിലൂടെ ഞങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ ആരെങ്കിലും സെമിനാരി പോവുകയാണെന്ന് പരസ്യമായി പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കിവിടെ കിടക്കപ്പുറതി ഉണ്ടാവില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അതെന്തോ ഒരു ദുഃഖകരമായ അനുഭവമാണ്. കർത്താവിൻ്റെ വിളി കേട്ട് ഒരുവൻ സഭാ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് നിർബന്ധം ഉള്ളതുകൊണ്ടല്ലേ അവർ ഇത്ര കണ്ട് വലിയ മസ്തിഷ്ക പ്രക്ഷാളനം സമൂഹത്തിൽ നടത്തിയത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവിളി ഉണ്ടെങ്കിൽ പോലും, അത് ലഭിച്ചെങ്കിൽ പോലും അതിനോട് ക്രിയാത്മകമായി പ്രത്യുത്തരിക്കാൻ വൈഷമ്യം നേരിടുന്ന സാഹചര്യമുണ്ടാകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. സഭയ്ക്ക് വേണ്ടി നാം സംസാരിക്കുന്നില്ല എങ്കിൽ, സഭയെ സംരക്ഷിച്ച വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ആ ഒരു മനോഭാവം നമ്മൾ സ്വന്തമാക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ തിരുസഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകൾ ഇല്ലാതെ പോകും. സഭയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് വൈദികരും സമർപ്പിതരുമാകാൻ പോരുന്നവരുടെ എണ്ണം ഇല്ലാണ്ടായിത്തീരും. സമർപ്പിതർ എന്ന് പറഞ്ഞാൽ കുറേ കലാപകാരികൾ മാത്രമായി മഠത്തെയും സന്യാസത്തെയും അധിക്ഷേപിക്കുന്നവരുടെ ചിത്രം മാത്രം മാധ്യമങ്ങളിൽ വരുന്നു. എന്താണ് പൗരോഹിത്യം എന്ന് ചോദിച്ചാൽ
അതിലെ ചില പുഴുക്കുത്തുകൾ മാത്രം എടുത്തു കാണിച്ച് ഇതാണ് പൗരോഹിത്യമെന്ന് സാധാരണ മനുഷ്യരുടെ മുമ്പിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ മാധ്യമങ്ങൾ കോറിയിട്ടിരിക്കുന്ന ചിത്രം മായിച്ചു കളഞ്ഞ് യഥാർത്ഥ പൗരോഹിത്യത്തെയും യഥാർത്ഥ സന്യാസത്തെയും അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കേവലം അച്ഛനും കന്യാസ്ത്രീയും മാത്രം വിചാരിച്ചാൽ പറ്റില്ല പ്രിയപ്പെട്ടവരെ. അതിന് ഓരോ വിശ്വാസിക്കും ഉത്തരവാദിത്വമുണ്ട്. ഓരോ വിശ്വാസിയും അതിനു വേണ്ടി പരിശ്രമിക്കണം. ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ തിരുസഭയുടെ സൽപ്പേരിന് കാവൽ നിൽക്കുക എന്ന് തന്നെയാണ് അർത്ഥം. പരിശുദ്ധ മറിയത്തിൻ്റെ സൽപ്പേരിന് വിശുദ്ധ യൗസേപ്പ് എങ്ങനെ സ്വന്തം ജീവിതം കൊണ്ട് കാവൽ നിന്നുവോ അതുപോലെ കാവൽ നിൽക്കണം. ഈ ഉണ്ണിമിശിഹായുടെ ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടി ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓടേണ്ടി വന്നാൽ ഞാൻ ഈജിപ്ത് വരെയും ഓടുമെന്ന് പറഞ്ഞ നിലപാട് സ്വീകരിക്കുന്ന യൗസേപ്പ് പിതാവിൻ്റെ മനോഭാവം ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. യൗസേപ്പ് പിതാവ് തൻ്റെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയിരുന്നെങ്കിലോ അതെന്തൊരു വലിയ ദുരന്തമാകും. തോമസ് അക്വീനാസ് പുണ്യവാളൻ വിശുദ്ധ യൗസേപ്പിനെ കുറിച്ച് നടത്തുന്നൊരു ധ്യാനത്തിൽ പറയുന്ന ഇങ്ങനെയാണ്: യൗസേപ്പ് പിതാവ് തൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞ് സ്വന്തം കാര്യം മാത്രം നോക്കി നിന്നിരുന്നെങ്കിൽ പരിശുദ്ധ മറിയം കല്ലെറിഞ്ഞു കൊല്ലപ്പെടുമായിരുന്നു. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ തിരുക്കുമാരൻ്റെ ജനനം ചാപിള്ളയായി മാറുമായിരുന്നു. യൗസേപ്പ് പിതാവ് എന്ന ഒരു മനുഷ്യൻ സമയോചിതമായി ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ ആ പ്രവർത്തനം സഭയുടെ രക്ഷയ്ക്ക് കാരണമായി. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും പുലർത്തുന്ന ഉദാസീനത തിരുസഭയെ സകലമാന ആളുകളും അധിക്ഷേപിക്കുമ്പോൾ അത് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഷെയർ ചെയ്ത് സഭയ്ക്കെതിരായ ആരോപണങ്ങൾക്ക് ചക്രവാള സീമകളോളം വ്യാപ്തി നാം എത്തിച്ചു കൊടുക്കുമ്പോൾ ഓർക്കുക, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ആധ്യാത്മികത ഇതായിരുന്നില്ല എന്ന സത്യം. സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ സഭയുടെ മക്കൾ തയ്യാറാകും. സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ നാം തയ്യാറാകുന്നില്ല എങ്കിൽ പിന്നെ ആരാണ് തയ്യാറാവുക? പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ചിലരെയെങ്കിലും സഭയുടെ ശത്രുക്കൾ വില കൊടുത്ത് വാങ്ങുകയും അവരെ ഉപയോഗിച്ചുകൊണ്ട് സഭയ്ക്കുള്ളിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിന് സമകാലിക നാളുകളിൽ നാം സാക്ഷികളാണ്. യൗസേപ്പ് പിതാവിൻ്റെ ഈ ഒരു ആധ്യാത്മികത നമുക്കും സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ആത്യന്തികമായി സഭയ്ക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നാം ഗൗരവബുദ്ധിയാ ചിന്തിച്ചെടുക്കേണ്ട യാഥാർത്ഥ്യമല്ല. അതുകൊണ്ട് അധ്വാനം എന്ന് പറയുന്നതിന് രണ്ട് മാനങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നമുക്കായി നിശ്ചയിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യുക. ആ ജോലി ചെയ്യുന്നതിൽ ഒരിക്കലും ഉദാസീനതയും മടിയും ആരും വിചാരിക്കേണ്ട കാര്യമില്ല. വൈറ്റ് കോളർ ജോബ് കിട്ടിയെങ്കിൽ മാത്രമേ ജോലിയാവുകയുള്ളൂ. പറമ്പിൽ പണിയെടുക്കാൻ, കൃഷിപ്പണി ചെയ്യാൻ, കൃഷിയെ ഉപജീവന മാർഗമായി സ്വീകരിക്കുവാൻ പലർക്കും മടിയാണ്. ഈ അടുത്ത നാളിൽ കേരള സർക്കാരിൻ്റെ കർഷകോത്തമ അവാർഡ് കിട്ടിയ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനുമായി സംസാരിക്കുന്നത് ഞാൻ കേൾക്കാനിട വന്നു. മലബാറിലെ താബോർ ഇടവകയിൽ നിന്നുള്ള ഒരു അനീഷ് എന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം പറഞ്ഞു, ഈ കൃഷിയിലേക്ക് ഞാൻ തിരിഞ്ഞതിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടായിട്ടില്ല. ഈ കൃഷിഭൂമി എന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല. ഞാൻ പരാജയം എന്ത് എന്നറിഞ്ഞിട്ടില്ല. ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അദ്ദേഹം ആ ജോലിക്ക് വേണ്ടി കൃഷിഭൂമിയിലേക്ക് തിരിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന് വലിയ അനുഗ്രഹമായി എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ ജോലിയും മഹത്വമുള്ളതാണ്. ഇവിടെ ജോലിക്ക് വേണ്ടി ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും ആളുകൾ വന്നാലേ സാധാരണ ജോലികൾ ചെയ്യാൻ ആളുള്ളൂ. എന്നാൽ കേരളം ഏറ്റവും അധികം തൊഴിലില്ലാത്ത മനുഷ്യരുടെ നാടായി മാറുകയും ചെയ്തിട്ടുണ്ട്.
ബംഗാളികളും ഒറീസക്കാരും ഇവിടെ ചെയ്യുന്ന ജോലി മലയാളി വളരെ ത്യാഗം ചെയ്ത് അറബിയുടെ നാട്ടിൽ ചെന്ന് അവിടുത്തെ സകല അധിക്ഷേപങ്ങളും അനുഭവിച്ചുകൊണ്ട് ചെയ്യാൻ സന്നദ്ധമാവുകയും ചെയ്യുന്നു എന്നുള്ള വിരോധാഭാസം തൊഴിലിനെക്കുറിച്ചുള്ള നമ്മുടെ മഹത്വമില്ലാത്ത ചിന്തയുടെ അനന്തരഫലമാണ്. തൊഴിൽ ചെയ്ത് ജീവിച്ച യോസേപ്പ് പിതാവിനെ നമ്മൾ ഗൗരവബുദ്ധിയാ ചിന്തിക്കുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മളെ എല്ലാവരെയും ദൈവം ഭരമേൽപ്പിച്ച തൊഴിലാണ് തിരുസഭയെ സംരക്ഷിക്കുക എന്നുള്ള വലിയ തൊഴിൽ. ആ തൊഴിൽ കൃത്യമായി ബോധപൂർവം ഈ കാലഘട്ടത്തിൽ നിറവേറ്റാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസഭയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കും എന്ന ഉറച്ച തീരുമാനം ഈ ദിവസത്തിൻ്റെ സൽക്രിയയായി നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ദൈവത്തിന് സ്തുതി.